ഞാൻ ലേണേഴ്സിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് പരീക്ഷയെ പറ്റിയുള്ളൊരു അറിവിനായിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ് ജൂണിൽ. ജൂൺ തൊട്ട് ജൂലൈ വരെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഏകദേശം ഒരു 1 മന്തിന് മുകളിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആണ് ഇഗ്നു. അപ്പം ഇപ്പം നെക്സ്റ്റ് മന്തിലാണ് ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ 8-നാണ് എൻഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് എക്സാമിന്റെ ഒരു ടൈം ടേബിൾ പോയിരിക്കുന്നത്. അപ്പം ലേൺ ബേസിലെ സ്റ്റുഡൻസിനെല്ലാം എക്സാമിനെ പറ്റിയുള്ള ഒരു അറിവൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ തുടർച്ചയായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പം ഇനിയിപ്പം നമ്മൾ നോക്കുന്നത് ഇനി എക്സാംസിന്റെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എക്സാം എന്നാൽ എന്താണ്? എത്ര പേർക്ക് അറിയാം എന്താണ് എക്സാം എന്നത്? എക്സാം എന്ന് പറഞ്ഞാൽ, പരീക്ഷ എന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യങ്ങൾ നമ്മൾ അഭ്യസിച്ചാലും ഏതൊരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലും അതിനൊരു അവസാനം റിസൾട്ട് എന്ത് എന്ന് അറിയണം. അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം അളവിൽ നമ്മൾ അത് പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, പരീക്ഷ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇഗ്നു യൂഷ്വലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ജൂണിലും ഡിസംബറിലും ആയിട്ടാണ്. അപ്പൊ ഇഗ്നുവിൽ നമുക്ക് പല പ്രോഗ്രാംസ് ഉണ്ട്. ഇയർലി ബേസ്ഡ് പ്രോഗ്രാംസും ഉണ്ട്, അതേപോലെ തന്നെ സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാംസും ഉണ്ട്. സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് എന്നുണ്ടെങ്കിൽ 6 മാസം ഇരിക്കുമ്പോൾ നമുക്ക് എക്സാംസ് വരും. അതേപോലെ ഇയർലി ബേസ്ഡ് ആണെങ്കിൽ ഇയർലി ബേസ്ഡ്, ഇപ്പം ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസംബറിലായിരിക്കും എക്സാംസ് ഉണ്ടാവും. ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നെക്സ്റ്റ് ജൂണിലായിരിക്കും ഇയർലി ബേസ്ഡ് സ്റ്റുഡൻസിന് എക്സാംസ് ഉണ്ടാവും. സെമസ്റ്റർ ബേസ് ആണെങ്കിൽ ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ജൂണിലായിരിക്കും എക്സാംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസംബറിലായിരിക്കും എക്സാംസ് ഉണ്ടാവുക. അപ്പോൾ സെമസ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ 6 മാസം ഇരിക്കുമ്പോൾ അവർക്ക് എക്സാംസും, ഇയർലി ബേസ്ഡ് ആകുമ്പോൾ ഇയർ എൻഡിലായിരിക്കും അവർക്ക് എക്സാംസ് ഉണ്ടായിരിക്കുക. അപ്പം ഇഗ്നു യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാംസിനെ നമ്മൾ പറയുന്നത് TE എക്സാംസ് എന്നാണ്. ടേം എൻഡ് എക്സാമിനേഷൻ എന്നാണ് നമ്മൾ എക്സാംസിനെ പറയുന്നത്. അപ്പൊ TE എക്സാംസിൽ നമുക്ക് വെയിറ്റേജിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ TE എക്സാംസിന്റെ മാക്സിമം സ്കോർ, ടേം എൻഡ് എക്സാമിനേഷന്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 100 ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം അസൈൻമെന്റ്സ് നമുക്കുണ്ട്. അസൈൻമെന്റ്സിന് മാക്സിമം സ്കോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. പക്ഷെ ഒരു ഓവറോൾ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് നമ്മൾ നോക്കുമ്പോൾ TE എക്സാംസിന്റെ ഒരു 70%, അതേപോലെ തന്നെ അസൈൻമെന്റ്സിന്റെ ഒരു 30%-ആണ് നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ ഓവറോൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റിന് നമുക്കിപ്പം എഴുതി നമ്മൾ 100-ൽ എത്ര മാർക്ക് വാങ്ങിച്ചു അതിന്റെ 70%, അതേപോലെ തന്നെ അസൈൻമെന്റ്സിൽ 100-ൽ എത്ര മാർക്ക് നമ്മൾ വാങ്ങിച്ചു അതിന്റെ 30%, 30% എടുത്തിട്ടാണ് ഔട്ട് ഓഫ് 100-ൽ ഒരു സബ്ജക്റ്റിന് ഇത്ര സ്കോർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ടേം ആൻഡ് എക്സാംസിന്റെ അല്ലെങ്കിൽ നമ്മളുടെ എക്സാംസിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സിന് 30%, TE എക്സാംസിന് 70% കൂടെ ഓവറോൾ ആയിട്ട് എടുത്തിട്ടായിരിക്കും ഒരു സബ്ജക്റ്റിന് 100-ൽ ഇത്ര സ്കോർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെമസ്റ്റർ ബേസ്ഡ് കോഴ്സുകളും ഉണ്ട്. ഇപ്പൊ ലേണേഴ്സിലുള്ള സ്റ്റുഡൻസിന് അറിയാം, ഇപ്പൊ MCOM, MBA, BBA, BCA പ്രോഗ്രാമുകൾക്കൊക്കെ നമുക്ക് സെമസ്റ്റർ ബേസ്ഡ് ആണ് എക്സാംസ് വരുന്നത്. അതേപോലെയുള്ള ബാക്കി ഡിഗ്രി കോഴ്സ്, BCom, BA സൈക്കോളജി, അവർക്കൊക്കെ എങ്ങനെയാണ്? ഇയർലി ബേസ്ഡ് ആണ് എക്സാംസ് വരുന്നുണ്ടാവുക. അപ്പൊ ആ വക കാര്യങ്ങളെല്ലാം ലേണേഴ്സ് നിങ്ങളെ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ എക്സാംസിന്റെ ഒരു പാറ്റേൺ, എക്സാംസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഏത് സമയം എന്ന് വെച്ചാൽ ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഡിസംബറിൽ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ എന്തായിരിക്കും എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിലൊരു ഫിക്സഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ടൈം ഉള്ളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫൈൻ ഒന്നും കൂടാതെ നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫൈനോട് കൂടിയായിരിക്കും നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 10 days ബിഫോർ എക്സാമിന് ഒരു 10 ദിവസം മുമ്പായിട്ടൊക്കെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എക്സാംസ് അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് നമുക്ക് അവൈലബിൾ ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എഴുതണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി കൂടാ എക്സാംസിന് പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ നമ്മുടെ കൈവശം വേണം എന്ന് വേണ്ട കാര്യങ്ങളെല്ലാം, എക്സാമിന്റെ സെന്റർ ഏതാണ്,
നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിനാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡേറ്റ് ഏതാണ്, ടൈം ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ വൺസ് നമ്മൾ എക്സാംസ് അറ്റൻഡ് എഴുതി കഴിഞ്ഞാൽ ആഫ്റ്റർ ഒരു 45 ഡേയ്സിനുള്ളിൽ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 by 1 ആണ്. എല്ലാ സബ്ജക്റ്റിന്റെയും 10th-ന്റെയും 12th-ന്റെയും ഒക്കെ മാർക്ക് വന്നതുപോലെ തന്നെ അല്ലെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്റ്റുകൾ വരുന്ന പോലെ ആയിരിക്കില്ല. 1 by 1 ആയിട്ട് ഓരോ സബ്ജക്റ്റിന്റേതും റിസൾട്ട് ഓരോ സമയത്തായിരിക്കും വരുന്നുണ്ടാവുക. എല്ലാത്തിന്റെയും കൂടെ റിസൾട്ട് നമുക്കൊരു നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് സെം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഫുള്ള് സബ്ജക്റ്റിന്റെ റിസൾട്ട് നമുക്ക് വരുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ടൈം പീരീഡിൽ ഓരോ സബ്ജക്റ്റിന്റെയും റിസൾട്ട് വരുന്നതിനനുസരിച്ച് തന്നെ നമുക്കതിൽ മാർക്ക് പോരാ എന്ന് തോന്നിയാൽ എന്നാൽ നമുക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസും ഏതാണ് ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ആ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് ബിറ്റ്വീൻ ഇൻ 1 month ആണ് പറയുന്നത്. ഓരോ സബ്ജക്റ്റിന്റെ റിസൾട്ട് വന്ന് ഒരു മാസത്തിനകം നമുക്ക് എന്താണ് അതിന്റെ റീവാലുവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് അല്ല എക്സാംസിനെ പറ്റി പറയുകയാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മളുടെ വെരി നെക്സ്റ്റ് ആയിട്ട് വരുന്ന എക്സാംസ് ജൂണിലാണ്. അപ്പോൾ ജൂണിലെ എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ചില കോഴ്സുകൾക്കൊക്കെ ഫസ്റ്റ് വീക്ക് തന്നെ ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സമയം തീരെയില്ല. ഒരു 15 days ഒക്കെ ടൈമേ നമുക്കിനി പഠിക്കാനായിട്ടുള്ളൂ. ആ ഉള്ള സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു ചെറിയൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾക്ക് ഏറ്റവും പ്രയാസമുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ അതിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് അത് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതിന് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഏത് പ്രോബ്ലം ആണോ ഏത് പോർഷൻസ് ആണോ നമുക്ക് ഡൗട്ട് ഉള്ളത് അത് നിങ്ങളുടെ ലേൺ വൈസിലെ കൺസേൺഡ് മെന്ററുമായിട്ട് കണക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ടൈം ബൗണ്ടഡ് ആയിട്ട് പോവുക. അപ്പോൾ എനിക്ക് ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി എന്താണ് കൃത്യമായിട്ട് അത് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടാതെ ലേൺ വൈസ് നിങ്ങൾക്ക് പരീക്ഷ കൂടുതൽ എളുപ്പമാക്കാൻ ഈസിനെസ് ആക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്ത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അതൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആക്കി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ മാക്സിമം സ്കോർ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് തരാൻ ലേൺ വൈസ് എൻ്റയർ ടീം നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജൂണിൽ എക്സാംസ് എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.